എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി വെക്കാം. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് വന്നിട്ട് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഗ്രീൻ പീസ് നമുക്കൊന്ന് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വിസിലടിച്ചു, ഞാൻ നിർത്തി വെച്ചു. ഇനി അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അതെല്ലാം ഈ സമയത്തിന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ്, തക്കാളിക്ക, സബോള, ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. അത് കടുക് പൊട്ടിക്കാനുള്ളതാണ്, അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കൂടെ ഒരൽപ്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. നമുക്കിപ്പം പൊടികൾ എണ്ണയ്ക്കകത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. അവസാനം ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പ്രഷറൊക്കെ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കാര്യം പണ്ട് തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറികൾ ഉപ്പിൽ വേവണമെന്നാണ്. പക്ഷേ ഇപ്പം പല പല അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അവസാനമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിവിടെ ഇരുന്ന് വിസിലടിക്കേണ്ട ആവശ്യമില്ല. എടുത്ത് വെച്ച് നമുക്ക് വേവിക്കാം. ഭക്ഷണങ്ങളൊക്കെ വെന്തൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങാണല്ലോ വേകേണ്ടത്, അത് നോക്കാം നമുക്ക്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസും വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ കുതിർന്ന് മുളയ്ക്കാൻ തുടങ്ങിയതാണ്. അതിന് പിന്നെ പെട്ടെന്ന് വരും. ഇനി നമുക്കിത് അടുത്തോട്ട് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് പാത്രമാക്കാം. ഞാൻ കുരുമുളക് പൊടി 1-ാം പാല്, 2-ാം പാല്, മല്ലിപ്പൊടി, അല്പം ചിക്കൻ മസാല, ഗരം മസാല ഇത്ര എടുത്തിട്ടുണ്ട്. വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു. ഇതിനൊരു നിറച്ചില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരൽപ്പം കടുകിട്ടു. കടുക് പൊട്ടി ഒന്ന് കുറച്ച് വെക്കാൻ ചെറിയ പാത്രമല്ല. നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മത്തരമണം കൂടുതലാണ്, വേണമെങ്കിൽ കൂടുതൽ ഇടാൻ കേട്ടോ. എനിക്ക് മുളക് കുറച്ച് മതിയത് കൊണ്ടാണ്. കറിവേപ്പില ഇട്ടു. ഇനി എരിവിനിടുന്നത് കൂടുതലും കുരുമുളകാണ്. നന്നായിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിടുന്നുണ്ട്. ഇനി ഇത് മല്ലിപ്പൊടിയാണ് കൊഴുപ്പിനും ടേസ്റ്റിനും വേണ്ടി 1 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല. അതിനകത്ത് അത്യാവശ്യം കുരുമുളകും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. ഗരം മസാല 1 സ്പൂൺ ഇട്ടു. ഇനി ടേസ്റ്റിന് ഒരല്പം ചിക്കൻ മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല. നമുക്ക് വെച്ചിട്ട് ഈ 2-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചൊന്ന് തിളച്ചിട്ട് ആവശ്യത്തിന് വെള്ളം തീക്കെടുത്താം.
ചേർത്ത് കൊടുക്കും. തിളച്ച് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും ചേർക്കാം. നമുക്ക് ഉപ്പ് ചേർക്കാം. ചിക്കൻ മസാലയ്ക്ക് തന്നെ ഉണ്ടാക്കിയത്. അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകം മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും കൂടെ. അതാണ് ഈ കറിയുടെ. തിളച്ചു. നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച ഒന്നാം പാൽ എടുത്തത് കൊണ്ട് ഒരേ അളവിലാട്ടോ കിട്ടും. സാധാരണ ഒന്നാം പാൽ കുറച്ചല്ലേ കിട്ടുള്ളൂ. കുരുമുളകും ഗരം മസാലയുടെ ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കൂട്ടാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കാം. ഞാൻ നിങ്ങളെ ഇതൊന്ന് അടുത്ത് കാണിക്കാം. കണ്ടോ, നല്ല അത്യാവശ്യത്തിന് കൊഴുപ്പുമുണ്ട്, ടേസ്റ്റും ഉണ്ട്. നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, അപ്പത്തിൻ്റെയോ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ കൂടെ കൂട്ടാം. ഇനി പൊറോട്ടയ്ക്കോ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ കറിയുടെ കൂടെ ദോശയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ദോശയും ഗ്രീൻ പീസ് കറി. പക്ഷേ നല്ല മട്ടൺ സ്റ്റൂവിൻ്റെയൊക്കെ ഒരു മണമാണ് വരുന്നത്. ആ മസാലയുടെ ഒരു മണം. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഗരം മസാല തന്നെ വീട്ടിലുണ്ടാക്കി അതുപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു പാടുമില്ല. നമ്മൾ ഒരല്പം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഗരം മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഗരം മസാലയുടെ മണം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളത് കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ദോശയും ഗ്രീൻ പീസ് കറിയും കൂടെ കഴിക്കാം.